ഇപ്പം ഇത് നമ്മൾ ഗ്രേഡ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സബ്മിറ്റഡ് വർക്ക് ചെയ്തതിൻ്റെ മാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസർ നെയിം കൊടുക്കണം. യൂസർ നെയിം കൊടുത്തു, അതോടൊപ്പം തന്നെ എന്ത് കൊടുത്തു, പിന്നെ പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് അടിച്ചു. പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള ആ കുട്ടിയുടെ പേജിലേക്ക് പോകും. പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സബ്ജക്റ്റ് എടുക്കുക. ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത സബ്ജക്റ്റ് എടുക്കുക. അതിനുശേഷം പിന്നെ ഇത് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രേഡ് എടുത്ത് നോക്കുകയോ ചെയ്യാം. ഗ്രേഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ സീരീസ് ടെസ്റ്റ് ഉണ്ട്, 100% ആണ് ഉണ്ടായിരുന്നത്. അതിൽ 80 മാർക്കാണ് തന്നിട്ടുള്ളത്. അപ്പം ടോട്ടൽ പിന്നെ തന്നിരിക്കുന്നത് എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ക്യുമുലേറ്റീവ് ടോട്ടൽ ഓരോന്നിനും ഇപ്പം എത്ര വർക്കുകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ക്യുമുലേറ്റീവ് ടോട്ടൽ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഇതിപ്പം ഏത് കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ സ്റ്റുഡൻറ്റ് 1 ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് 1-ന് ഇത്രയും മാർക്കാണ് കിട്ടിയതെന്ന് ആ കുട്ടിക്ക് കാണാം. ഇത് സ്റ്റുഡൻറ്റ് പ്രൊഫൈലാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിന് പിന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് കാണാനായിട്ട് ഈ ഒരു രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്.